ഞാൻ എന്ത് ചെയ്യാനാ? സ്കൂളിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. മറ്റേ കാര്യം ഒറ്റ മിനിറ്റ് പങ്കു തോന്നാട്ടെ. എന്തോടും ഒന്നുമില്ല അമ്മച്ചി. എന്ത് ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്? എന്തേ മടി കയറി വന്ന മഹാലക്ഷ്മി ആരെങ്കിലും വേണ്ടാന്ന് വെക്കൂ? ഇത്രയും കാലമായി സ്കൂൾ ആ ടീച്ചറുടെ കയ്യിലല്ലേ? ഈ കുട്ടി അവിടെ ടീച്ചറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാലക്രമേണ സ്കൂൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതെങ്ങനെ? ഇതാണ് ചിന്തിക്കണം എന്ന് പറയുന്നത്. വലിയ കോയിക്കുന്ന ഒരു തമ്പുരാട്ടി കുട്ടിയെ നമ്മുടെ കൃഷ്ണൻകുട്ടി കല്യാണം കഴിച്ചാൽ എന്താ? കഴിക്കോ? അതിനവര് സമ്മതിക്കോ? ആര്? അവരുടെ ബന്ധുക്കള്. അക്കാരൊക്കെ ഇങ്ങോട്ട് പിടി. ഇങ്ങള് എങ്ങനെങ്കിലും കുറുപ്പ് മാഷ കൊണ്ട് ആ കുട്ടിക്ക് ഒരു വേക്കൻസി ശരിയായി കൊടുക്കി. ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, നടത്തണം. ഇക്കാര്യം എങ്ങനെ ആ ടീച്ചർ അറിഞ്ഞ ആ പെണ്ണിനവിടെ ജോലിയും കൊടുക്കും, അവരുടെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കും ചെയ്യും. നോക്കിക്കോ. ഇല്ല, അതിനെ ഞാൻ സമ്മതിക്കില്ല. എന്നാവാ മണിയണ്ട, ആ പിയൂണ് നീയും കൂടി എന്താ കുശുഷിച്ചത്? ഒന്നുമില്ല അമ്മച്ചി. അത് പിന്നെ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും രാധിയെ കുട്ടിക്ക് ജോലി ശരിപ്പെടുത്തി കൊടുത്തിരിക്കണമെന്ന് ഞാൻ അയാളെ ചട്ടം കെട്ടിയതാ. എനിക്കെന്തോ അയാളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതാ മോന്തയുടെ കുഴപ്പമാ, അയാളുടെ അല്ല. അമ്മച്ചി ധൈര്യമായിരിക്കണം. ഞാനല്ലേ പറയുന്നത്. അന്ത്രൂന്റെ വഴി മാത്രമല്ല, വേറെ പല വഴികളും ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ദേ, നിന്റെ കൊനഷ്ട പണികളൊന്നും ചെയ്ത് ഞങ്ങളുടെ മാനം കളയരുത്. ജോലി കിട്ടിയില്ലെന്ന് വെച്ചാ കിട്ടിയില്ലെന്നേ ഉള്ളൂ. മാനം പോയാലേ പിന്നെ വാങ്ങാൻ കിട്ടില്ല. അമ്മച്ചി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ലക്ഷ്യം രാധിയെ കുട്ടിക്ക് ആ ജോലി വാങ്ങി കൊടുക്കണമെന്നുള്ളതാണ്. അനുഗ്രഹിക്കണേ മണികണ്ഠ. ഈ മണി വേണ്ട. ടീച്ചറെ, ഓ താനായിരുന്നു? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. അറിയാതെ ഒരു കയ്യബദ്ധം പറ്റി. അതിന് മാഷ് എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ. ആ സുഭദ്രാമച്ചിൻ രാധികയും വെറും പാവത്തുങ്ങളാ. ഞാൻ കാരണം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാതെ പോകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? ടീച്ചറുടെ മനസ്സ് കളങ്കമില്ലാത്ത ഒരു പളുങ്കുപാത്രം പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാസ്റ്റർ മറ്റേ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ പറയാൻ ആ പ്യൂൺ എന്നോട് പറഞ്ഞതാ. സരസ്വതിയോടോ? ആ, അവര് മാഷോട് പറഞ്ഞ മാഷ് ആ കുട്ടിക്ക് ജോലി കൊടുക്കൂത്രേ. പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എത്രയായാലും ടീച്ചർ പറയും പോലെ വരില്ലല്ലോ. മാത്രമല്ല, അവരുടെ മകനെ കൊണ്ട് രാധിയെ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനും അവർക്കൊരു മോഹമുണ്ട്. വലിയ കോയിക്കലെ കുട്ടി മാഷ്ടെ മരുമകളായി വരികയെന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ? അതിന് മാഷക്ക് അവൻ മാത്രമല്ല മകനായിട്ടുള്ളത്. അതാ ഞാനും പറയണത്. ഏതായാലും നീ ഇത് എന്നോട് വന്ന് പറഞ്ഞത് നന്നായി. എന്നെ തോപ്പിച്ചിട്ട് അവൾ അങ്ങനെ ആളാവണ്ട. ആ കുട്ടിക്ക് ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മാധവൻ കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്താ? ആ ആ എന്തിനാ ഇങ്ങനെ ഉറക്കമുളച്ചിരുന്ന് വായിക്കണേ? അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോ? ആലോചിച്ചു. എന്തെങ്കിലും ഒരു ജോലി ശരിയാവാതെ. ദേ, നീ ജോലി ജോലി എന്നും പറഞ്ഞിരുന്നോ, ഒടുവിൽ അവൻ കാര്യം കാണും. ഒന്ന് പോയി കാണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഇഷ്ടായിച്ചാ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. ഉടനെ എല്ലാത്തിനും ഒരു ഉറപ്പാക്കി വെച്ചാ പിന്നെ കല്യാണം കുറച്ച് താമസിച്ചായാലും മതിയല്ലോ. നീ എങ്ങോട്ടാ? പെണ്ണാണ്. ഈ പാതിരാക്കോ? അല്ല, എന്റെ താമസം വേണ്ടെന്ന് വെച്ചിട്ടാ. വീക്ക് വെച്ചിരുന്നു ഞാൻ. കളിയാക്കാ? അല്ല, കാര്യമായിട്ട് തന്നെയാ. നാളെ പോയാ മതി. ആ അന്ത്രൂനെയും കൂട്ടിക്കോ. ഓ, ആവശ്യമുള്ള സമയത്ത് ഈ പഹയനെ തിരിയിട്ട് തരുന്നേ കാണും. ഏതെങ്കിലും കുട്ടികളെ വായിൽ നോക്കാൻ പോയി കാണും. അല്ലാതെ എന്ത് പറയാൻ? ഇല്ലെന്നാ തോന്നണേ. ഉണ്ടെങ്കിൽ ചാടി വന്നേനെ. എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോകാനല്ല, ആ മണികണ്ഠനെ. മണികണ്ഠൻ ഓട്ടം പോയിരിക്കുക. മാധവൻ കുട്ടിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പോലെ വല്ല ഡീസന്റ് പാർട്ടീസും ആയിരിക്കുമെന്ന്. അയ്യടാ, നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എനിക്ക് വേറെ യാതൊരു ദോഷവശങ്ങളും നിന്റെ തമാശക്കൊക്കെ പഴയ താണ നിലവാരം തന്നെ. ഒരു പുരോഗമനവും ഇല്ലല്ലേ? എന്റെ സ്റ്റാൻഡിന് ഇതൊക്കെ മതിയടേ.
ഇതാണ് വീട്, ചെല്ല്. നീ വരുന്നില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ചാണ് വന്നതെന്ന് അവരറിയണ്ട. പെണ്ണിനെ കാണുക, ഉടനെ പോരുക. അവരെന്തെങ്കിലും ചോദിച്ചാലോ? കുറുപ്പ് മാഷിന്റെ മകനാണ്, ടീച്ചറാക്കാൻ പറ്റിയ ആളാണോ രാധിക എന്ന് വെരിഫൈ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെണ്ണ് കാണാൻ വന്നാന്ന് പറയണ്ടേ? തൽക്കാലം അങ്ങനെ പറയണ്ട. സത്യം പറയടേ, നിന്റെ പഴയ വേലവെപ്പ് പരിപാടി വല്ലതും ആണോ? അടി കൊള്ളുവോ? ഏയ്, ഞാനതൊക്കെ എന്നെ നിർത്തി. ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാണ്. എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഗോഡ് പ്രോമിസ് ഓൾ ദി ബെസ്റ്റ്. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? അമ്മേ, സോറി. അമ്മ, ഏ? അമ്മ. നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അവളാ എന്റെ മേത്തൊന്ന് ഇടിച്ചത്. എന്തോ കുഴപ്പമുണ്ട്. നീ ഇടിച്ച തന്നെ കുഴപ്പം. അതല്ല, അമ്മ അമ്മ എന്ന് പറഞ്ഞ് അകത്തോട്ട് ചൂണ്ടി കാണിച്ചിട്ട് പുറത്തോട്ട് പോയി. എവിടെ? അമ്മച്ചി, മാളുകുട്ടി. അമ്മച്ചി, ഞാനാ മണികണ്ഠൻ. വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അല്ല, ആരെങ്കിലും വരാതെ നമ്മള് അതൊരു കാത്തിക്കാൻ പറ്റില്ല. അമ്മച്ചി, അമ്മച്ചി, എവിടെ? ഇവിടെ വീണത്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പുറത്തേക്ക് ഓടി ഇറങ്ങിയപ്പോ ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. ആരാ? ആളെ ഞാൻ അറിയില്ല. പ്രായമുള്ള ആളാ? അല്ല, ചെറുപ്പക്കാരനാ. ഇതെന്ത് പുതുമ? വന്നു എന്നാ തോന്നണേ. വന്ന ആൾക്ക് കാറുണ്ടായിരുന്നു. അറിഞ്ഞൂടാ. അമ്മ എവിടെ? അമ്മ വന്നില്ല. കൃഷ്ണൻകുട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വെച്ചിട്ടാ. ആ, ഈ കുട്ടിയുടെ അമ്മ എവിടെയാന്ന് ചോദിച്ചേ. വല്ലമ്പ്രാട്ടി തലകറങ്ങി വീണാ. ഇപ്പൊ ആളെ കാണാനില്ല. എക്സ്ക്യൂസ് മീ, കൗണ്ടറിൽ ക്യാഷ് അടയ്ക്കണം. പിന്നെ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൂ. ഓക്കെ സിസ്റ്റർ. ഇനി വന്നേ. നിന്നോട് അപ്പഴേ പറഞ്ഞതാ വല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. നിന്റെ ഒരു അന്തസ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 500 രൂപ എങ്ങനെയായാലും ഇവിടെ കെട്ടേണ്ടി വരും. വേറെ ആർക്കും വേണ്ടിയല്ലോ. ഭാവിയിൽ ഇതിന്റെ ഏറ്റവും അധികം പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. അതിന് എന്റെ 10 പൈസ പോലും ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? അയ്യോ, മോതിരം. അമ്മയെങ്ങാനും ചോദിച്ചാ ഇത് ഓരോന്നും ഓരോ ദോഷം മാറാൻ വേണ്ടി ഇട്ടിരിക്കുക. ഇതെല്ലാ ദോഷവും ഒരുമിച്ച് മാറാനുള്ള വഴിയാ ഞാൻ പറയുന്നത്. എടാ, വലിയ കോയിക്കലെ സുഭദ്രാമ്മ തമ്പുരാട്ടിക്ക് വേണ്ടി നിന്റെ ഒരു മോതിരം പണയം വെച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഒന്നും പറയില്ല. വലുതും ത്യാഗം ചെയ്താലേ ചിലത് നേടാൻ പറ്റൂ. നല്ല കൂടിയനും ഗോൾഡാ. എത്ര വേണം? എത്ര കിട്ടും? 1500. ഒരു പവനില്ലേ മുതലാളി? എന്ന് പറഞ്ഞ സ്വർണത്തിന് വില കുറഞ്ഞ കാര്യം അറിയില്ല. ഈ സ്വർണം വാങ്ങാൻ വരുന്നവരോട് ഈ വില കുറഞ്ഞു വരുമെന്നും പറയുന്ന കാണാറില്ലല്ലോ. അതെ, മണികണ്ഠനായതുകൊണ്ടാ പണയം ഞാൻ ഈ വിലക്ക് എടുക്കാവുന്ന വെച്ചത്. എന്താ വേണോ? ഇത് കെട്ടാപ്പുലി എല്ലാം തിന്നാ. എന്താ? അല്ല, ഉള്ളത് തരാൻ. സ്വർണം പണയം എടുക്കാൻ കടക്കാർക്ക് പേടിയാ. മരുന്ന് നീ ഇതിലാ മേടിച്ചത്? മരുന്ന് വെച്ചാ വണ്ടി ഓടൂ. ഇത് പെട്രോളാ. ഓഹോ, അപ്പൊ അതും നീ ഇതിനകത്തുനിന്ന് മുതലാക്കി. എല്ലാം നിനക്ക് വേണ്ടിയാ. അയ്യോ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അങ്ങ് ത്യാഗം ചെയ്യല്ലേ മണികണ്ഠ. എന്റെ ബ്ലഡിലേ ഉള്ളതാണ് ആ ത്യാഗം. വണ്ടി വിട്. ഇന്റൻസീവില് സുഭദ്രാമയുടെ പേരിൽ എത്ര അടയ്ക്കേണ്ടത്? പണം അടച്ചല്ലോ. അടച്ചോ? അതെ. ആരാ അടച്ചത്? അതറിയില്ല, പണം അടച്ചിട്ടുണ്ട്. ആര്? വാ, നീ വാ. ആ, നല്ല ആൾക്കാരാ. എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ച തള്ള ഇവിടെ കൊണ്ട് നാക്കിട്ട് മുങ്ങിയതാണെന്ന്. ഞങ്ങള് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. മെഡിക്കൽ ഷോപ്പ് ഈ റോഡിന്റെ അപ്പുറത്തുണ്ടല്ലോ. പക്ഷെ അവിടെ പണയം എടുക്കില്ലല്ലോ. മരുന്നും കൊടു. ഇനി ഇപ്പൊ മരുന്നൊന്നും വേണ്ട. മരുന്നും ബ്ലഡും ഒക്കെ കൊടുക്കാൻ അവരുടെ ബന്ധുക്കൾ തക്ക സമയത്തെത്തി. പൊയ്ക്കോ. ബന്ധുക്കളോ? അതാര്? എങ്ങനെയാ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു കടമയായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഇവരും ഇവിടെ വന്നു. പോയില്ലേ? എക്സ്ക്യൂസ് മീ, രാധി എന്ന് വിളിക്കാമോ? ആരാണെന്ന് പറയണം? മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ മതി. ശരി. തൽക്കാലം ഞാൻ മാറിയെന്നാലോ? ഇത് മാറി നിൽക്കേണ്ട സമയമല്ല. അല്ല,
പെട്ടെന്നൊരു നമ്മളിങ്ങനെ നമസ്കാരം. നമസ്കാരം. മണികണ്ഠൻ എങ്ങനെ അറിഞ്ഞത്? അതെ, സുഭദ്രാമച്ചയെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഞാനും മിടുക്കനായ മാധവൻകുട്ടിയും കൂടെ ചേർന്ന കുറുപ്പുമാഷ്ട മകൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കൃഷ്ണൻകുട്ടി? അത് സെക്കൻഡ്, ഇതാണ് ഒറിജിനൽ. കുഞ്ഞലക്ഷ്മി ടീച്ചറിന്റെ. അവൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാന്നറിയില്ല. തക്ക സമയത്ത് കാറും കൊണ്ടുവന്നു. ഈശ്വരനെ അയച്ചത്. ഇവിടെ വന്നപ്പോ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടിയാ പണം കിട്ടിയതും ബ്ലഡ് കൊടുത്തതും. അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. സത്യം പറഞ്ഞ കാശില്ലാത്തോണ്ട് ഇവന്റെ മോതിരം പണയം വെച്ചാ ഇതെല്ലാം വാങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്രതീക്ഷിതമായിട്ടായതുകൊണ്ടാണ്. സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1000 രൂപയെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കരുതാറുണ്ട്. പക്ഷേ ഇന്നിട്ട ഷർട്ട് മാറിപ്പോയി. പണം എടുത്തിട്ട ഷർട്ടല്ല, പോരാൻ നേരത്തെ എടുത്തിട്ടത് അല്ലേ? അതെ. രാധികെ, ഒരു മിനിറ്റ്. ഇതാ വരണോ? നീ ആകെ കുളമാക്കിയല്ലോ. മോതിരം പണയം വെച്ച കാര്യമൊക്കെ അവളോട് പറഞ്ഞെന്തിനാ? അത് നിന്നോടൊരു സിമ്പതി തോന്നാൻ വേണ്ടി പറഞ്ഞതാ. അമ്മയ്ക്ക് രക്തം കൊടുത്തു എന്നുള്ള സെന്റിമെന്റ്സ് പ്രയോഗിച്ച് അവൻ രാധയെ കുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനെന്തെങ്കിലും ഒരു തട വെച്ചില്ലെങ്കിൽ നിനക്ക് ആപത്താ, ഡേഞ്ചർ. മരുന്നിന് നീ കുടിച്ചോ? രാധികയ്ക്ക് അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞങ്ങള് ഒരച്ഛന്റെ മക്കളാന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനോട് അടുക്കുമ്പോ വളരെയേറെ സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അന്തരക്ക് എവിടെ നിർത്താം? ബുദ്ധിമുട്ടാവില്ലേ? ആ, എന്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണ്ടേ? നീ നോക്കിക്കോ, ഇനി നമ്മൾ പോകാതെ അവൻ രാധികയെ പുറത്തേക്ക് വിടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് അകത്തോട്ട് ചെന്നാലോ? അത് വേണ്ട, ഒരു രോഗി അകത്തുള്ളത്. നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇനിയും ചോരയുടെ ആവശ്യം വരൂ? ഹോസ്പിറ്റലിന്റെ പോർട്ടിക്കയിൽ ഇരുന്നാ മതി. അത്യാവശ്യമുള്ളവർക്ക് ബ്ലഡ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവര് വന്ന് വിളിക്കുമ്പോ പോയാ മതി. സമാധാനമായല്ലോ. നീ ഇത് പിടിച്ചോ, ഞാൻ പോരാ. എവിടെ ഏജന്റിനെ കാണാൻ പോവാ? അതിനൊന്നും ഇപ്പൊ സമയമില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ടിരാം. അതുമായിട്ട് വന്ന് അകത്തോട്ട് ഇടിച്ചു കയറാം. പിടിച്ചോ. പോയില്ലേ? ദാ വരുന്നു പറഞ്ഞിട്ടില്ലേ പോയത്? സോറി. കണ്ടിട്ടേ പോകാവൂന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. ഇത് തരാൻ മറന്നു. മരുന്നിനി സുഭദ്രാമച്ചയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഇതെങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നു? ഇനി ആവശ്യം ഉണ്ടായാലോ? മരുന്നിരുന്നോട്ടെ, പക്ഷെ പണം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. വേണ്ടെന്ന് പറയരുത്. എന്റെ അമ്മയെ പോലെ തന്നെയാ രാധികയുടെ അമ്മയും. വരട്ടെ. ധൃതി പിടിച്ച് കൃഷ്ണൻകുട്ടിയുടെ ബ്ലഡ് എടുത്തത് ഒഴിവാക്കാമായിരുന്നു. ഒരേ ഗ്രൂപ്പായിരുന്നതുകൊണ്ടാ പെട്ടെന്ന്. എന്തേ? ഞാനും അവനും പരസ്പരം വഴക്കൂടാറുണ്ട്. പക്ഷേ എനിക്കെന്നും അവനോട് സഹതാപമേ ഉള്ളൂ. അവന്റെ ദീർഘായുസിന് വേണ്ടി മനസ്സിലെന്നും പ്രാർത്ഥനയുമായി നടക്കുന്നവനാണ് ഞാൻ. എന്താ കാര്യം? ഏത് നിമിഷവും മരിക്കാവുന്ന ക്രൂരമായ ഒരു മാറാ രോഗത്തിനടിമയാണവൻ. വരട്ടെ.